നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. I thank God for this great privilege to have fellowship with you and to share the word of God. ഇന്ന് നിങ്ങളുടെ ആയിരിക്കാനും ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Philadelphia Brother Assembly and all the elders of the assembly for having given me this great opportunity to have fellowship with you and to worship God here and to share the word of God. ഇങ്ങനെ ഇവിടെ നിങ്ങളോട് കൂടി ആയിരിക്കാനും കൂട്ടായ്മയായിരിക്കാനും ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചോർത്ത് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളോടും താമസന്മാരോടുള്ള സ്നേഹവന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. Last week, 4 week Bible study on Wednesday I attended, and we could study the Psalm 126 the day. രണ്ടാഴ്ച മുമ്പ് ബുധനാഴ്ച ഇവിടെ ആയിരിക്കാനും ബുധനാഴ്ച വൈകിട്ട് ബൈബിൾ സ്റ്റഡിയിൽ സങ്കീർത്തനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനും ഉള്ള അവസരമൊക്കെ ലഭിച്ചു. Some of you might have attended that. ചിലർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കരുതുന്നു. And today we are going to have Bible study for 44 minutes, and within the stipulated time I want to give you the summary of book of Hosea. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് അടുത്ത 45 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. When I was studying the book of Hosea, really I felt a lot of edification and blessing in my heart. ഹോശേയ പ്രവചനത്തിൽ നിന്ന് ഉള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അത് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. When I have gone through this book, not one time or two times, many times I have gone through this book. പല പ്രാവശ്യം ഈ പുസ്തകം എനിക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. Because I have tasted it very well. ഇത് എൻ്റെ ജീവിതത്തെ വളരെയേറെ അത് സ്വാധീനിച്ചു, അതുകൊണ്ടാണ്. So when I went through this book, I could understand one great thing about the Lord Jehovah. ജീവനുള്ള ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. That great thing is goodness and greatness of God. ദൈവത്തിന്റെ മഹത്വത്തെയും അവന്റെ നന്മയെയും കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. If you also go through this book thoroughly, you can understand goodness and greatness of God. ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ മഹത്വത്തെയും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ പുസ്തകം പഠിക്കുകയാണെങ്കിൽ നിങ്ങളെയും സഹായിക്കും. If we know goodness and greatness of God, we will never leave God. ആ ദൈവത്തിന്റെ മഹത്വത്തെയും അത്ഭുതത്തെയും നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും നാം ദൈവസന്നിധിയിൽ നാകുന്നിരിക്കുകയില്ല. We will be with God. നാം എപ്പോഴും ദൈവത്തോട് കൂടെ We worship God. നാം ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിരിക്കും. We love God. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. We follow God. നാം ദൈവത്തെ അനുഗമിക്കുന്നവരായിരിക്കും. We serve God. നാം ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും. If we are not doing all these things, something is missing. That missing is we don't know the goodness and greatness of our God. ഈ കാര്യങ്ങൾ ഏതെങ്കിലും നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ നന്മയെയും ദൈവത്തിന്റെ മഹത്വത്തെയും നാം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഉള്ള പ്രശ്നം. This morning is a great opportunity to know goodness and greatness of our God. നാം ദൈവത്തിന്റെ നന്മയെയും മഹത്വത്തെയും മനസ്സിലാക്കാൻ ദൈവം നമുക്ക് വീണ്ടും ഒരു നല്ല അവസരം നൽകി തന്നിരിക്കുകയാണ്. Through the book of Hosea. ഹോശേയ പ്രവചനത്തിലൂടെ. The title of the message is Goodness and Greatness of our God. ദൈവത്തിന്റെ നന്മയും മഹത്വവും എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ടായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. Under this title I want to give you 5 C's. C1, C2, C3, C4, C5. ഇതിന്റെ അടിയിൽ 5 പിരിവുകളായിട്ട് 5 കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. First C is care of God. ഒന്നാമത്തെ സിയിൽ ആരംഭിക്കുന്ന ദൈവത്തിന്റെ കരുതൽ എന്ന് ഞാൻ പറയുന്നു. Second one is complaint of God. രണ്ടാമത്തത് ദൈവത്തിന്റെ Complaint. ദൈവത്തോടുള്ള പരാതി. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്ന കാര്യം. Number 4, construction of God. ദൈവത്തിന്റെ പ്രവർത്തന വിധത്തെ കുറിച്ച് നാലാമതായിട്ട് കാണുന്നു. Number 5, condemnation of our God. ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന കാര്യത്തെ കുറിച്ച് അഞ്ചാമതായിട്ട് കാണുന്നു. Are you with me? നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കുന്നു ഞാൻ കരുതുന്നു. Are you attentive? എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. I think some are not attentive. ചിലർ ഉറക്കത്തിലാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. This is the summary of book of Hosea. Don't miss any single word. ഈ ഹോശേയ പ്രവചനത്തിന്റെ മുഴുവൻ
ഇംഗ്ലീഷിലായിട്ടുള്ള സംക്ഷിപ്ത രൂപമാണ് ഈ പറഞ്ഞത്, അതായത് മറക്കരുത്. If you miss any single word, you are missing one gem and jewel. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു വലിയ നിക്ഷേപം അല്ലെങ്കിൽ ഒരു മുത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. Once again, I am repeating 5 C's. ഈ 5 Cയിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിക്കട്ടെ. Number 1, care of God. ഒന്നാമത് ദൈവത്തിന്റെ കരുതൽ. Number 2, complaint of God. രണ്ടാമതായിട്ട് ദൈവത്തിനോടുള്ള പരാതി. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ വിളിക്കുന്നത്. Number 4, construction of God. നാലാമതായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിപരമായുള്ള നമ്മോടുള്ള ഇടപാട്. Number 5, condemnation of God. അഞ്ചാമതായിട്ട് ദൈവം നമ്മെ നമ്മോടുള്ള ന്യായവിധി. All these 5 we can see in the book of Hosea. ഈ 5 കാര്യങ്ങൾ ഹോശേയ പ്രവചനത്തിൽ നാം കാണുന്നു. We don't go beyond this book today. ഈ പുസ്തകത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. Everything we can see in this book only. ഈ പുസ്തകത്തിൽ മാത്രം നിന്നുകൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. First one, let's see the care or concern of our God towards us. ദൈവത്തോടുള്ള നമ്മോടുള്ള കരുതലും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നമുക്ക് Chapter 17 verses 1, 2, 3, 4. In these 4 verses we can see the concern or care of God. Book of Hosea chapter 11. 11ാം അധ്യായം Chapter 11 verses 1, 2, 3, 4. You can read in Malayalam. 1, 2, 3 ഈ വാക്യം മലയാളത്തിൽ വായിക്കാം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. Very simple but very thought-provoking verses we can see here. വളരെ ലളിതമായും എന്നാൽ നമ്മുടെ ചിന്തയിലേക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളാണ്. How much care God showed towards the Israel. ഇസ്രായേലുള്ള ബന്ധത്തിൽ ദൈവം എത്രമാത്രം അവരെ കരുതി എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. Not only towards the Israel, towards us also. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നമ്മോടുള്ള ബന്ധത്തിൽ. Here in these 4 verses we can see 7 kinds of concern of God towards us. ദൈവത്തിന് നമ്മോടുള്ള 7 പ്രത്യേകമായിട്ടുള്ള കരുതലിന്റെ വിധങ്ങളെ കുറിച്ച് ഈ 4 വാക്യങ്ങൾ നാം കാണുന്നു. In the first verse we can see that he called with love. ഒന്നാമതായിട്ട് നാം കാണുന്നു, ഞാൻ അവനെ സ്നേഹത്തോടുകൂടി വിളിച്ചു. Is it true? അത് വാസ്തവമല്ലേ? He called us with love. വളരെ സ്നേഹത്തോടുകൂടി അവൻ നമ്മെ വിളിച്ചു. God is saying, I have called you with love from Egypt. ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളെ വിളിച്ചു എന്ന് സ്നേഹിച്ചു എന്ന് കാണാം. We are out of Egypt now. നാം ഇന്ന് അതിന് വെളിയിലായിരിക്കുകയാണ്. Just before the commencement of this meeting, we got out from the car. ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പേ നാം നമ്മുടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. Instantaneously, my sister's daughter said one thing. That was a matter of astonishment to me. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സിസ്റ്ററിന്റെ മകൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. This is the church out of Egypt. I could not understand, but my sister could understand what she said. അവൾ പറഞ്ഞ എന്താണെന്ന് മാതാവിന് മനസ്സിലായി. Then I asked, what Pratibha, what is your daughter saying? Then she said, out of Egypt means one day some Bible Sunday school was here. The theme of the Sunday school was out of Egypt. Okay, അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഇതിനു മുമ്പ് അവൾ BBS ഇവിടെ വന്നു. അപ്പോൾ ഔട്ട് ഓഫ് ഈജിപ്റ്റ് എന്നുള്ളതായിരുന്നു അതിന്റെ തീം. അപ്പോൾ അതിനുവേണ്ടി അവൾ ഇവിടെ വന്നു. അപ്പോൾ അവിടെയല്ലേ എന്നാണ് അവൾ ചോദിച്ചത്. That girl had attended that Sunday school program. The title Out of Egypt. Out of Egypt എന്നുള്ള ആ BBS പ്രോഗ്രാമിന് അവൾ അറ്റൻഡ് ചെയ്തിരുന്നു. Yeah, really, we are all also called out of Egypt. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് അവിടെ നിന്ന് വിളിച്ച് പുറത്താക്കപ്പെട്ടവരാണ്. The first concern was we are called with love. നാം ദൈവം നമ്മെ സ്നേഹത്തോടു കൂടിയാണ് അവൻ വിളിച്ചത്. Second one we can see in the verse 3, I have taught you how to walk. ഞാൻ നിന്നെ നടക്കുവാനായിട്ട് പഠിപ്പിച്ചു, ശീലിപ്പിച്ചു എന്ന് നാം കാണുന്നു. Really, in our life, God has taught us number of things. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. Walk of our life. നമ്മുടെ ജീവിതത്തിന്റെ നടപ്പിൽ learning we got from God. അനേക കാര്യങ്ങൾ
professional life, ministerial life, in every angle of life, we have learned many a things from God alone. നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, ഇവിടെയൊക്കെയും നാം ദൈവസന്നിധിയിൽ നിന്ന് അനേക കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നാം പഠിച്ചു. Number 3, in the same verse, that is verse 3, I have hugged you. ഞാൻ നിന്നെ ഭുജങ്ങളിൽ എടുത്തു എന്നാണ് നാം കാണുന്നത്. In our life, many a time we have experienced the Lord has hugged us. ആ ദൈവം നമ്മെ ആശ്ലേഷിക്കുന്നതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. Actually, we were in the blood. We were just like anything, but God washed us in His blood and wiped every uncleanness, and He has just given us good clothing of cleanliness, and He has hugged us. നാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അശുദ്ധമായ രീതിയിൽ യാതൊരു നന്മയുമില്ലായിരുന്നു കഴിഞ്ഞപ്പോൾ അവൻ നമ്മെ ശുദ്ധീകരിച്ചു, നമ്മെ കഴുകി വെടിപ്പാക്കി, അവൻ നമ്മെ കരങ്ങളിൽ ഏറ്റെടുത്ത് അവൻ നമ്മെ ആശ്ലേഷിച്ചു. And fourth one in the same verse, that is verse 3, I have healed you. മാത്രമല്ല നാം ആ മൂന്നാം വാക്യത്തിൽ നിന്ന് നാം കാണുന്നു അവൻ നമ്മെ സൗഖ്യമാക്കിയത്. Everybody had some sort of disease in our life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും രോഗങ്ങളുണ്ട്. Who healed us? Is it doctor or God Almighty? നമ്മെ സൗഖ്യമാക്കുന്ന ഡോക്ടറാണോ അതോ നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണോ? Doctor might have given us very good injection, medication, tablet, even surgery, everything. But who healed? God alone. ഡോക്ടേഴ്സ് നമുക്ക് സർജറി ചെയ്യാം, മരുന്ന് തരാം, ഇഞ്ചക്ഷൻ തരാം, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ തന്നെയും നമ്മെ സൗഖ്യമാക്കുന്നത് യഹോവയാണ്. Physically, mentally, psychologically, spiritually, the Lord healed us. ആത്മീയമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നമ്മെ സൗഖ്യമാക്കുന്നത് നമ്മുടെ ദൈവമാണ്. Number 5, we can see in the 4th verse, I have led you with the bonds of friendship. ഞാൻ എൻ്റെ സ്നേഹ ബന്ധങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി അല്ലെങ്കിൽ നടത്തി എന്ന് നാം കാണാം. That means He friendshiped with us. അവൻ നമ്മോട് ഒരു സ്നേഹിതനായിട്ട് അവൻ നമ്മോട് കൂടെയിരുന്നു. We were away from God, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. but God has led us with the bonds of friendship. അവന്റെ സ്നേഹ ബന്ധത്താൽ അവൻ നമ്മെ നയിക്കുന്നു. Number 6, in the 4th verse, He said, I have removed the yoke from you. ആറാമത്തെ കാര്യം 4ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിന്റെ നുകം നീക്കി കളഞ്ഞു എന്ന് നാം കാണുന്നു. Here yoke means difficulties, calamities, problems in our life. ഇവിടെ നുകം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കാണിക്കുന്നത്. If we see our past life, we can remember the number of difficulties we faced, but God removed them. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനേകവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവമാണ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയത്. And the 7th one in the 4th verse last, I have given you food. 4ാം വാക്യത്തിന്റെ അവസാനമായിട്ട് നാം കാണുന്നത് അവൻ നമുക്ക് നല്ല ആഹാരം തന്നു. Morning, afternoon, evening, night, how many times we take food? രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെയും അവൻ നമുക്ക് ആഹാരം നൽകുന്നുണ്ട്. This is the concern of God towards us in every aspect of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധമായിട്ടുള്ള വശങ്ങളിലും ദൈവത്തിന് നമ്മോടുള്ള കരുതലിനെയാണ് ഈ വാക്യങ്ങൾ കാണിക്കുന്നത്. Knowing this care of God towards us, how much we should worship God. നമ്മോടുള്ള ഇത്രമാത്രമുള്ള ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുമ്പോൾ നാം എത്രമാത്രം അവരെ ആരാധിക്കണം, How much we should be grateful to God. നാം എത്രമാത്രം അവരോട് നന്ദിയുള്ളവരായിരിക്കണം. The Israelites should be very much grateful to God. ഇസ്രായേൽ ജനം ആ വിധത്തിൽ അവരോട് വളരെയേറെ നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കും. But the pitiable thing is they were not grateful to God. എന്നാൽ വളരെ ദുഃഖജനകമായ കാര്യം അവരോട് നന്ദി ഉള്ളവരായിരുന്നില്ല എന്നുള്ളതാണ്. Instead they rebelled against God, they disobeyed unto God. എന്നാൽ അതിന് പകരമായിട്ട് അവർ ദൈവത്തോട് മത്സരിക്കുകയും അവരോട് അനുസരണമില്ലാത്തവരായി തീരുകയും ചെയ്യും. So God is making a complaint. അതുകൊണ്ട് ദൈവം ഇതാ അവർക്കെതിരായിട്ട് ഒരു പരാതി പറയുക. First one, care of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതലിനെ. Second one, complaint of God. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പരാതി നാം കാണുന്നുണ്ട്. God is complaining against Israel. ഇസ്രായേലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരാതി ഇതാണ്. In the chapter 4, chapter 5, chapter 6, chapter 7, in these 4 chapters we can see how much God was really, what I should say, offended a lot. 4, 5, 6, 7 അധ്യായങ്ങളിൽ ദൈവം എത്രമാത്രം അവരാൽ വളരെയേറെ പ്രശ്നങ്ങൾ സഹിക്കേണ്ടവനായി അല്ലെങ്കിൽ പരാതിയുള്ളവനായിരിക്കുന്നു എന്ന കാര്യം കാണിക്കും. He made number of complaints, but I can't show all the things
but I want to just focus 7 complaints he made against the Israel. ആ ഇസ്രായേലിന്റെ ബന്ധത്തിൽ അനേക പരാതികൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 7 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. Probably these 7 may be in our life also. ഈ 7 കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. If it is so, it is the time of correction before breaking the bread. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് നാം അത് ശരിയാക്കേണ്ട സമയമാണ് ഇപ്പോൾ. Because God is intolerable towards sin. ആ പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ സഹിക്കാൻ കൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ് പാപം. He loves the sinner, he hates the sin. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, എന്നാൽ പാപത്തെ വെറുക്കുന്നവനാണ്. Here in this 4 chapters we can see number of complaints against Israel, the people of God. ആ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലുള്ള ബന്ധത്തിൽ അനേക വിധമായുള്ള കാര്യങ്ങൾ ഈ 4 അധ്യായങ്ങളിൽ നാം കാണുന്നു. I want to show you only 7 now. അതിൽ 7 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. The first one is negligence towards God. ദൈവത്തെ അവഗണിക്കുന്ന കാര്യമാണ് ഒന്നാമത്തേത്. Chapter 4, 4-ാം അധ്യായം verse 10. അതിന്റെ 10-ാം വാക്യം. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കുകയില്ല, അവർ സ്ത്രീസംഗം ചെയ്താലും പെരുകയില്ല, യഹോവയെ കൂട്ടാകുന്നവർ വിട്ടുകളഞ്ഞുവല്ലോ. So in this verse we can see that they have neglected God. അവര് ദൈവത്തെ വിട്ടുകളഞ്ഞു, അവഗണിച്ചു എന്നാണ് അവിടെ കാണുന്നത്. How bad it is. എത്രയോ വളരെ ദുഃഖകരമായ കാര്യമാണ്. God called them with love. ദൈവം വളരെ സ്നേഹത്തോടു കൂടി അവരെ വിളിച്ചു വേർതിരിച്ചു. God taught them how to walk. അവരെ എങ്ങനെ നടക്കണമെന്ന് ദൈവം ശീലിപ്പിച്ചു. God hugged them. ദൈവം അവരെ ആശ്ലേഷിച്ചു. God healed them. ദൈവം അവരെ സൗഖ്യമാക്കി. God removed all the yokes from them. അവരുടെ സകല ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവം എടുത്തു. God has fed them like anything. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തവരെ പോഷിപ്പിച്ചു. But they neglected God. എന്നിരുന്നാൽ തന്നെയും അവർ ദൈവത്തെ വിട്ടുകളഞ്ഞു. This morning, is it our experience? ഇത് നമ്മുടെ അനുഭവം അങ്ങനെയല്ലയോ? If it is so, how bad it is. അങ്ങനെയെങ്കിൽ അത് എത്രയോ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. And the last week, last month, last year, last past life, how much God showed His love and concern towards us. How much concern we have towards God. കഴിഞ്ഞ ആഴ്ചകളിലെ മാസങ്ങളിലെ വർഷങ്ങളിലെ ദൈവം എത്രമാത്രം കരുണയുള്ളവരായിരുന്നു. ആകയാൽ നാം എത്രമാത്രം അവരോട് നന്ദിയുള്ളവരായി ഇരിക്കേണ്ടിയിരിക്കുന്നു. Chapter 4 verse 10 says they have neglected God. എന്നാൽ അവർ ദൈവത്തെ വിട്ടുകളഞ്ഞു എന്ന് 4-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ കാണാം. Negligence towards God is terrible. ദൈവത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. Number 2, negligence towards God's word. രണ്ടാമത്തെ കാര്യം ദൈവ വചനത്തോടുള്ള അവഗണന. Chapter 4 verse 1. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളുടെ ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദൈവമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. They didn't have the knowledge of God. ദൈവ പരിജ്ഞാനം അവർക്കില്ല എന്നാണ് 1-ാം വാക്യത്തിൽ They കാണുന്നത്. have neglected the word of God. ദൈവത്തിന്റെ വചനത്തെ അവർ അവഗണിച്ചു. This morning, let's check ourselves. Are we with the word of God? ആകയാൽ ഇന്ന് രാവിലെ നാം ദൈവ വചനത്തോടെ നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മളെ തന്നെ പരിശോധിക്കാം. Do we read the word of God every day? ദൈവ വചനം നാം ഓരോ ദിവസവും നാം വായിക്കുന്നുണ്ടോ? Where is the Bible? നമ്മുടെ ബൈബിൾ എവിടെ ഇരിക്കുന്നു? Sometimes people of God in the morning and Sunday they search for Bible. പലപ്പോഴും ദൈവ ജനം ഞായറാഴ്ച രാവിലെയാണ് ദിവസം അന്വേഷിക്കുന്നത്. Because they don't know where they kept the Bible entire the week. കഴിഞ്ഞ ആഴ്ച എവിടെയാ സൃഷ്ടിച്ചെന്നുള്ളത് അന്നേരമാണ് നോക്കുന്നത്. They don't have the wisdom of the word of God. അങ്ങനെയെങ്കിൽ ദൈവ പരിജ്ഞാനം തീർച്ചയായിട്ടും അവർക്കുണ്ടായിരിക്കില്ല. In the United States of America, in the world, we know people are going after knowledge. അറിവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശമാണല്ലോ നാം ആയിരിക്കുന്നത്. This is the generation. Why generation? Why means why? People ask why and get the knowledge from the website. എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അറിവിന് വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇന്റർനെറ്റിൽ പരതി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തലമുറയാണ്. We have all knowledge except the word of God. നമുക്ക് സകല അറിവുകളും ഉണ്ടെന്നാൽ ദൈവ പരിജ്ഞാനമില്ല. Maybe because of negligence towards the Bible. എന്തുകൊണ്ടെന്നാൽ ദൈവ വചനത്തെ അവഗണിക്കുന്നു, അതാണ് കാര്യം. Third complaint. 3-ാമത്തെ പരാതി. All sorts of crimes. സകലവിധമായിട്ടുള്ള അക്രമവും നിറഞ്ഞിരിക്കുന്ന Chapter 4 verse 2. ഒരു സാഹചര്യം. 4-ാം അധ്യായത്തിൽ 2-ാം വാക്യം. In the verse 2 we can see all sorts of crimes. സകലവിധമായിട്ടുള്ള അക്രമങ്ങളും അവിടെ നാം കാണുന്നു. അവർ ആണയിടുന്നു, പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വിഭജിക്കുന്നു, വീട് കുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. Among the people of God, all these things are there. ഇത് ദൈവ ജനത്തിന്റെ മധ്യയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ മുഴുവൻ. What are they?
lying, കള്ളം പറയുന്നു, murder, കൊല ചെയ്യുന്നു, stealing, മോഷ്ടിക്കുന്നു, adultery, വ്യഭിചരിക്കുന്നു, all these bloodshed things. രക്തപാതം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും അവിടെ മധ്യമാണ്. Among the people of God, ഇത് ദൈവജനത്തിന്റെ മധ്യമുള്ള കാര്യമാണ്. how wretched it is. എത്രയോ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമായിരിക്കുന്നു. Probably it may be in us also. ഒരു പക്ഷേ ഈ കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിലുണ്ടാകാം. Think of this seriously. ഇത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി നാം ചിന്തിക്കുക. God loves the sinner, God hates the sin. ദൈവം പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നവനാണ്. First one, negligence towards God. ഒന്നാമതായിട്ട് ദൈവത്തെ അവഗണിക്കുന്നു. Second one, negligence towards God's word. രണ്ടാമത് ദൈവ വചനത്തെ അവഗണിക്കുന്നു. Number three, innumerable crimes in the life. മൂന്നാമതായി പലവിധമായിട്ടുള്ള അക്രമങ്ങൾ, പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു. Number four, adamant nature. നാലാമതായിട്ട് അവരുടെ ഇണങ്ങാത്ത അല്ലെങ്കിൽ വഴങ്ങാത്ത സ്വഭാവം. Chapter 4, verse 16. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഇസ്രായേൽ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശ്ശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? People of Israel are stubborn like a heifer. അവരെ ഇതാ ഒരു വളരെ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ആയിരിക്കുന്നു. Really, not only in Brethren or Baptist or Lutheran, wherever we go, we see stubborn nature among the people of God. ഇന്ന് ദൈവജനത്തിന്റെ ഏത് കൂട്ടത്തിൽ ചെന്നു കഴിഞ്ഞാലും ഈ ദുശ്ശാഠ്യമുള്ള ദൈവജനത്തെ നാം കാണും. That means we don't bend our neck. It is stiff-necked mentality. അത് അവരെ അല്പം വഴങ്ങിക്കൊടുക്കാനുള്ള യാതൊരു ആഗ്രഹവുമില്ലാത്ത ഒരു സ്വഭാവം. How bad it is in the life of the people of Israel. ഇസ്രായേലിനോട് ബന്ധത്തിൽ അത് എത്രയോ വളരെ ദോഷമായിരുന്നു. Stubbornness. വളരെ ദുശ്ശാഠ്യമുള്ള That സ്വഭാവം. means we don't obey the elders. ആരെയും അനുസരിക്കുവാൻ ഉള്ള ഒരു മനസ്സില്ല. We don't obey God. ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ല. We don't obey the values. നമ്മുടെ സാൻമാർഗിക കാര്യങ്ങളെ അനുസരിക്കാൻ താല്പര്യമില്ല. Stubbornness. ദുശ്ശാഠ്യമുള്ള സ്വഭാവം. That's the fourth one. അതാണ് 4-ാമത്തെ കാര്യം. And fifth one, 5-ാമത്തെ കാര്യം, idolatry. അവരെ വിഗ്രഹാരാധന. Chapter 4, verse 17. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. Ephraim is joined to idols, leave him alone. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളയുക. Mingle with idols. വിഗ്രഹങ്ങളോട് ചേർന്ന് അവർ പ്രവർത്തിക്കുക. That means giving priority to unnecessary things instead of God and God's deeds. ദൈവത്തോടും ദൈവിക പ്രവർത്തനങ്ങളതിനേക്കാൾ അധികമായിട്ട് മറ്റുള്ള കാര്യങ്ങളോട് താല്പര്യവും സ്നേഹവും കാട്ടുക. Sunday is the day of early awake. We should get up early in the morning on Sunday. ഞായറാഴ്ച ദിവസമാണ്, അതിരാവിലെ നാം എഴുന്നേൽക്കേണ്ട ദിവസം. We should remember our God. നമ്മുടെ കർത്താവിനെ ഓർക്കേണ്ട ദിവസം. We should sing to God. നാം ദൈവത്തിന് സ്തുതി പാടേണ്ട ദിവസം. We should worship God. ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം. We should hear the word of God. ദൈവവചനം ശ്രദ്ധിക്കാൻ കടന്നു We should give വരുന്ന unto God. ദൈവത്തിന് കൊടുക്കാനുള്ള ദിവസമാണ്. We should preach the gospel. ദൈവവചന സുവിശേഷീകരണത്തിനുള്ള ദിവസമാണ്. These are all the Sunday activities. ഇത് ഞായറാഴ്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. But we don't have all these activities. We have our own activities. We give priority like that. എന്നാൽ ഈ കാര്യങ്ങളൊന്നുമല്ല, പിന്നെയോ നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾക്കാണ് നാം പലപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. They have become our idols. അതെല്ലാം നമ്മുടെ വിഗ്രഹങ്ങളായി മാറിയിരിക്കുകയാണ്. This morning, which idol made you delay in coming to the temple of God? ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങളെ വരുവാൻ താമസിപ്പിച്ച വിഗ്രഹം ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ? If at all we give any priority to anything more than God and God's deeds, that is idolatry. ദൈവികമായിട്ടുള്ള കാര്യങ്ങളോടും ദൈവമല്ലാത്ത വേറെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. People of God left God and they have infatuated with idols. ദൈവജനം ദൈവത്തെ വിട്ടതിനു ശേഷം വിഗ്രഹങ്ങളോട് അവരെ ചേർന്ന് പ്രവർത്തിക്കുന്നു. The sixth complaint was adultery. 6-ാമത്തെ കാര്യം വ്യഭിചാരമാണ്. Chapter 6, verse 10. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Chapter 6, verse 10. 6:10. ഇസ്രായേൽ ഗൃഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവരെ എഫ്രയീം പരസംഗം ചെയ്ത് ഇസ്രായേൽ മലിനമായിരിക്കുന്നു. Ephraim is given to prostitution and Israel is defiled. ഇവിടെ ഇത് പരസംഗം ചെയ്ത് ഇസ്രായേൽ അവിടെ ദുഷ്കർമ്മം ചെയ്തതായിട്ട് നാം കാണുന്നു. How terrible it is among the people of Israel. ഇസ്രായേൽ ജനതയോട് ബന്ധത്തിൽ അത് എത്രയോ ദോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ്.
filthiness. മലിനകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. The body is the temple of God, but we have defiled. ഇതാ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, നാം അതിനെ മലിനമാക്കുകയാണ് ചെയ്തത്. And the seventh complaint is deceit. ദൈവത്തിന്റെ ഏഴാമത്തെ പരാതി ഇതാണ്, നാം അവനെ deceitfulness. What do you say? Deceitfulness. വഞ്ചന കാണിക്കുക. Yes. Chapter 7, verse 1. ഏഴാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഞാൻ ഇസ്രായേലിൽ ചികിത്സ ചെയ്യുമ്പോൾ എഫ്രൈമിന്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്ത് കള്ളൻ കടക്കുന്നു, പുറത്ത് കവർച്ചക്കാരുടെ കൊള്ളയിടുന്നു. They practice deceit. അവര് ദുഷ്ടത അല്ലെങ്കിൽ വഞ്ചന പ്രവർത്തിക്കുന്നു. They are practicing deceit. അവര് വഞ്ചനയാണ് അവർ പ്രവർത്തിക്കുന്നത്. Deceiving the parents. അവര് മാതാപിതാക്കളെ Deceiving the elders. അവര് മൂപ്പന്മാരെ അവരെ വഞ്ചിക്കുന്നു. We can deceive everybody. We can't deceive God. സകലരെയും നമുക്ക് കബളിപ്പിക്കാനായിട്ട് സാധിക്കും, ദൈവത്തെ കളിപ്പിക്കാൻ സാധിക്കില്ല. As we sow, so we reap. നാം വിതയ്ക്കുന്നതിനെ നാം കൊയ്യും. God is not mocked. ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ. So these are all the complaints among the people of God. ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ കാണുന്ന കുഴപ്പങ്ങളാണ് ഈ കാര്യങ്ങൾ. So we have seen two things. Number one, concern of God. Number two, complaints of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതൽ കണ്ടു, രണ്ടാമതായിട്ട് ദൈവത്തിന്റെ അവരോടുള്ള പരാതി. Number three, we can see the call of God. മൂന്നാമതായിട്ട് ദൈവം അവരെ വിളിക്കുന്നതായിട്ട് നാം കാണുന്നു. Though the people of God wretched and they were away from God, still God loves them. God loves us. ഇതാ അവരെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വളരെ മോശമായി അവർ ജീവിക്കുന്നുവെങ്കിലും ദൈവം അവരെ തിരഞ്ഞു ചെന്ന് വിളിക്കുന്നു. That is the goodness and greatness of our God. അതാണ് നമ്മുടെ ദൈവത്തിന്റെ നന്മയും അവന്റെ മഹത്വവും. This morning also the Lord calls us from all the filthiness in our life. നമ്മുടെ ജീവിതത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും അവൻ നമ്മെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. Before approaching the table of God, let us come to the Lord with all uprightness. നാം ദൈവവാസനയിൽ കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ നിർമ്മല മനസാക്ഷിയോടുകൂടി നമുക്ക് അവന്റെ അടുത്തേക്ക് കടന്നു വരാം. In the chapter 6 we can see the call of God. ദൈവം അവരെ വിളിക്കുന്ന കാര്യം നാം 6-ാം അധ്യായത്തിൽ കാണാം. He is calling 3 times. Come, come, come. വരുവീൻ 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 എന്ന 3 പ്രാവശ്യം ദൈവം അവരെ വിളിക്കുന്നു. God is calling 1 time means it is great. ദൈവം ഒരു പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. He is calling 2 time means how much great. ദൈവം നമ്മെ 2 പ്രാവശ്യം വിളിക്കുന്നുവെങ്കിൽ അത് എത്രയോ മഹത്വകരമായ കാര്യം. If he is calling 3rd time also, how much our God's love is. ദൈവം നമ്മെ ആവർത്തിച്ച് 3-ാം പ്രാവശ്യം വിളിക്കുന്നുവെങ്കിൽ അവന്റെ സ്നേഹം എത്രയോ വലിയതായി. In chapter 6 verse 1, verse 2, verse 3 we can see 3 invitations of God. 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ 3 പ്രത്യേകമായിട്ടുള്ള വിളികളെ നാം അവിടെ കാണും. In the first verse, the prophet is mingling among the Israelites and he is calling, come, let us return to the Lord. 6-ാം അധ്യായത്തിന്റെ 1 വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് നാം അവിടെ കാണുന്നു. The total summary of the Bible is